പവിത്രത്തിൻ്റെ അടിപൊളി പ്രമേയമാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ വിക്രം കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി. അപ്പോൾ വേദയാണെങ്കിലോ പുറത്ത് നിന്ന് ഡോറിൽ മുട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ വിക്രം ഡോറ് തുറന്നിട്ട് പറയും, എടി ഞാൻ കുളിച്ച് കഴിഞ്ഞില്ല, നീ എന്താ കാണിക്കുന്നത്, നീ എവിടെയെങ്കിലും എനിക്കൊരു സമാധാനം താടി എന്ന് വിക്രം വേദയോട് പറയുന്നു. വിക്രം പറയുന്ന ഒന്നും കേൾക്കാൻ നിൽക്കാതെ വേദ വിക്രത്തെ ബാത്റൂമിൻ്റെ വെളിയിലേക്ക് തള്ളി ഉന്തി വിട്ടിട്ട് വേദ ബാത്റൂമിനകത്തേക്ക് കയറുന്നു. അതിന് പിന്നാലെ വിക്രം ഒരു കുഞ്ഞിനെ കാണുന്നു. കുഞ്ഞിനെ കാണുമ്പോൾ കുഞ്ഞിനെ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന കുഞ്ഞിനോട് വിക്രം പറയുന്നു, പഠിക്കണം കേട്ടോ, പഠിച്ച് വളരണം എന്ന് പറയുന്നു. ഇത് കണ്ടോട്ട് നിൽക്കുന്ന വേദ മനസ്സിലാക്കുന്നു. ഇത് കേൾക്കുന്ന വേദയ്ക്ക് മനസ്സിലാവുന്ന വിക്രത്തിന് ഇത്രയും അറിവും ജ്ഞാനവും ഒക്കെ ഉണ്ടോ എന്ന് വേദയ്ക്ക് തോന്നിപ്പോകുന്നു. അതിനുശേഷം വേദയുടെ മുത്തശ്ശിയും വേദയുടെ അമ്മയായ പത്നിയും കൂടി വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. വീട്ടിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച, വീട്ടിൻ്റെ ഹാളിൽ തന്നെ വേദയുടെ ബാഗ് ഇരിക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു ഇവിടെ ഉള്ളവരാരും വേദ ഇതുവരയ്ക്കും അംഗീകരിച്ചിട്ടില്ല എന്ന്. അപ്പോൾ വേദയുടെ അമ്മ പത്മ വേദയോട് ചോദിക്കുന്നു, ഇത് നിൻ്റെ ബാഗല്ലേ ഇവിടെ ഇരിക്കുന്നത്, അപ്പോൾ നിന്നെ ഇവിടെ ആരും അംഗീകരിച്ചിട്ടില്ല, അപ്പോൾ നിൻ്റെ സ്ഥാനം ഇവിടെയാണ് അല്ലേ എന്ന് വേദയുടെ അമ്മ പത്മം ചോദിക്കുന്നു. പരിഹസിച്ചാണ് കേട്ടോ പത്മ വേദയോട് ചോദിക്കുന്നത്. ഇനി എന്നായിരിക്കും വേദയെ ആ വീട്ടിലെ മരുമകളായിട്ട് സ്നേഹിക്കുകയും വിക്രം വേദയെ അംഗീകരിക്കുമോ? ഈ വീട്ടിലുള്ളവർ വേദയെ സ്നേഹിക്കുമോ, അതോ